നിങ്ങളുടെ ഷോർട്ട് വീഡിയോയ്ക്ക് തുടക്കത്തിൽ നല്ല വ്യൂസ് ലഭിക്കുകയും പിന്നീടുള്ള മണിക്കൂറുകളിൽ വ്യൂസ് ഫ്രീസ് ആവുകയും തുടർന്നുള്ള വീഡിയോസിന്റെ വ്യൂസ് കുറയുന്നതായിട്ടും കാണുന്നുണ്ടോ? ചെറിയ ചാനലുകളിലായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത്. അതുപോലെ തന്നെ ഈ ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായിട്ടും ഉണ്ടായിരിക്കും. തുടർന്നായിരിക്കും വ്യൂസ് ഫ്രീസ് ആകുന്ന അവസ്ഥയുണ്ടാകുന്നത്. പിന്നീടുള്ള വീഡിയോസിന് ആദ്യ മിനിറ്റുകളിൽ നല്ല വ്യൂസ് ലഭിക്കുകയും പെട്ടെന്ന് വ്യൂസ് സ്റ്റോപ്പ് ആകുന്നതായിട്ടും കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് അത് ഷോർട്ട് ഫീഡ് വഴിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പതുക്കെ ഷോർട്ട് ഫീഡിലൂടെ വ്യൂസ് ലഭിക്കുന്നു. തുടർന്നുള്ള വീഡിയോസിനും ഷോർട്ട് ഫീഡിലൂടെ വ്യൂസ് ലഭിക്കും. കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഷോർട്സിന്റെ ഇംപ്രഷൻ കൂടുകയും ഇത്തരത്തിൽ ഇംപ്രഷൻ കൂടിയ ശേഷം സെർച്ചബിൾ ആയിട്ടുള്ള വീഡിയോകൾ സെർച്ചിലൂടെയും ബ്രൗസ് ഫീച്ചേഴ്സിലൂടെയും ചാനൽ പേജിലൂടെയും എക്സ്റ്റേണൽ പ്ലേലിസ്റ്റ്, സൗണ്ട് പേജ്, സജഷൻ എന്നിവയിലൂടെ എല്ലാം വ്യൂസ് ലഭിച്ചു തുടങ്ങും. ഇങ്ങനെ നല്ല ഓഡിയൻസ് റിട്ടൻഷൻ ഉള്ള ഒരു വീഡിയോ വൈറലാകുകയും ചെയ്യും. ഈ വൈറലായ വീഡിയോയുടെ ഇംപ്രഷൻ കുറയുന്നതോടെ വ്യൂസ് കുറഞ്ഞു വരും. ഇങ്ങനെ ഒരു വീഡിയോ വൈറലായതിനു ശേഷമായിരിക്കും പല ചാനലുകളിലും തുടർന്നുള്ള വീഡിയോസ് ഫ്രീസ് ആകുന്നത്. ഇതിന്റെ കാരണം നമ്മുടെ വൈറലായ വീഡിയോയുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും യൂട്യൂബ് തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെ വിലയിരുത്തുന്നത്. കൺസിസ്റ്റൻസി, വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം, ഓഡിയൻസ് റിട്ടൻഷൻ ഇതെല്ലാം യൂട്യൂബ് പരിശോധിക്കും. കൺസിസ്റ്റൻസി യൂട്യൂബ് ഷോർട്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വീഡിയോ വൈറലായതിനു ശേഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടെ വന്നതിന് ശേഷം വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്താൽ വ്യൂസ് ലഭിക്കും എന്നുള്ളത് തെറ്റായ ഒരു തീരുമാനമായിരിക്കും. യൂട്യൂബിൽ ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് അനുസരിച്ചല്ല വ്യൂസ് ലഭിക്കുന്നത്. ഓരോ വീഡിയോസിന്റെയും പെർഫോമൻസ് അനുസരിച്ചായിരിക്കും വീഡിയോസിലേക്ക് വ്യൂസ് ലഭിക്കുന്നത്. ആദ്യ വീഡിയോകളിൽ ഷോർട്ട് ഫീഡ് വഴിയാണ് വ്യൂസ് ലഭിക്കുന്നതെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയുടെ അനലിറ്റിക്സ് എടുത്തു നോക്കിയാൽ ഇവിടെ നമുക്ക് ഹൗ മെനി ചൂസ് ടു വ്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ എത്ര പെർസെന്റേജ് ഓഡിയൻസ് വീഡിയോ കണ്ടു എന്നും എത്ര പെർസെന്റേജ് ആളുകൾ വീഡിയോ ഹൈപ്പ് ചെയ്തു എന്നും ഇവിടെ കാണാം. അതായത് ഷോർട്ട് ഫീഡിലൂടെ യൂട്യൂബ് വീഡിയോ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഓഡിയൻസ് ഈ വീഡിയോയുടെ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത്. വീഡിയോയുടെ ചൂസ് ടു വ്യൂ പെർസെന്റേജ് കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ, അതായത് സ്വൈപ്പ് ചെയ്യാതെ ഓഡിയൻസ് വീഡിയോ മൊത്തം കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിന് കൂടുതൽ വ്യൂസ് ലഭിക്കും. സ്വൈപ്പ് അവേ പെർസെന്റേജ് കൂടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ വ്യൂസിനെ അത് കാര്യമായിട്ട് ബാധിക്കും. യൂട്യൂബ് റെക്കമെൻഡേഷൻ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ പെർഫോമൻസ് അനുസരിച്ചുള്ള വ്യൂസ് ലഭിച്ചതിന് ശേഷം ഈ വീഡിയോ അവിടെ സ്റ്റക്ക് ആകും. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടിയ ശേഷം ലോങ് വീഡിയോസിലെ പോലെ തന്നെ ബ്രൗസ് ഫീച്ചേഴ്സിലൂടെയും ഷോർട്ട് വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതിലൂടെ ബ്രൗസ് ഫീച്ചേഴ്സിലൂടെയുള്ള വ്യൂസ് കിട്ടാതെ വരികയും ഷോർട്ട് വീഡിയോയിലൂടെയുള്ള യൂട്യൂബ് റെക്കമെൻഡേഷൻ കുറയുകയും ചെയ്യും. നമ്മുടെ ചാനലിൽ കൂടുതൽ വ്യൂസ് ലഭിച്ച ഷോർട്ട് വീഡിയോയുടെ ഓഡിയൻസ് റിട്ടൻഷനും ചൂസ് ടു വ്യൂ പെർസെന്റേജ് കൂടുതലായതിനാലും ഈ ഒരു പെർഫോമൻസ് യൂട്യൂബ് അൽഗോരിതം തുടർന്നുള്ള വീഡിയോസിലും പ്രതീക്ഷിക്കും. നമ്മുടെ ഈ വൈറലായ വീഡിയോ കണ്ടവരിലേക്ക് ബാക്കിയുള്ള വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. ഇതിൽ നിന്ന് നല്ല ഓഡിയൻസ് റിട്ടൻഷൻ ലഭിക്കാതെ വരുമ്പോൾ യൂട്യൂബ് റെക്കമെൻഡേഷൻ കുറയും. ഈ ഒരു കാരണം കൊണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിനാലും യൂട്യൂബ് ഷോർട്സ് ഫ്രീസ് ആകാൻ കാരണമാകും. ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നം ഒഴിവാക്കാം. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ബ്രൗസ് ഫീച്ചേഴ്സിലൂടെയുള്ള വ്യൂസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഷോർട്ട് വീഡിയോ വൈറലാകുന്നതിനെ പറ്റിയുള്ള കുറച്ച് ടിപ്സ് ഞാൻ